കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാക്കുന്ന മേൽപോത്തുകുന്നൽ ബിന്ദുവിന്റെ മകൾ നവമിയെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവമിയുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയ സമയത്താണ് കെട്ടിടം തകർന്ന് ബിന്ദു മരണമടഞ്ഞത്. ഇന്ന് രാവിലെയാണ് നവമിയെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി അത്യാഹിത വിഭാഗം CL3 വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. നവമിയെ ജില്ലാ കളക്ടർ ജോൺ സാമുവൽ സന്ദർശിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ്, സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, ADM S ശ്രീജിത്ത്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A അരുൺകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. നവമിക്ക് സർക്കാർ എല്ലാ ചികിത്സാ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിരുന്നു. എന്നോടൊപ്പം പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ് ഉള്ളത്. നവമിയെ ഇന്ന് രാവിലെ 8:30 മണിയോടുകൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അവർക്ക് ഇപ്പോൾ തൽക്കാലം കാഷ്വാലിറ്റിയിലാണ്. സെപ്പറേറ്റ് ഒരു റൂമിനകത്ത് തന്നെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇന്ന് തന്നെ രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി അനസ്തേഷ്യയുടെ ഒരു ടെസ്റ്റാണ്. അത് നാളെയോടുകൂടെ ആകും എന്നാണ് സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. അതായി കഴിഞ്ഞാൽ ബുധനാഴ്ച തന്നെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയയിലേക്ക് മാറാൻ പറ്റും. എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ട്രോമ സപ്പോർട്ടും ഒക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് പറഞ്ഞ അനുസരിച്ച് തന്നെ ആശുപത്രി അധികൃതർ കൃത്യമായി എല്ലാ ഇടവേളകളിലും അത് ഇടപെടുകയും അതിനുള്ള പരിചരണം ഇപ്പം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുക.